ഹായ് നമസ്കാരം, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് LDC LGS ഇനി മത്സര പരീക്ഷ ഏതുമാവട്ടെ അവസാന ഘട്ടം പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ചാൻസ് ആണ് എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരുപാട് ടൈം അതിനു വേണ്ടിയിട്ട് കളയാനില്ല. ബിക്കോസ് ഇത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റൊന്ന് എന്നുള്ളൊരു ചിന്തയോടെയല്ല, മിക്ക റാങ്ക് ലിസ്റ്റിലെ ജേതാക്കളെ നോക്കിക്കഴിഞ്ഞാൽ ഇൻക്ലൂഡിങ് എൻ്റെ സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും നമുക്ക് റിസൾട്ട് ഉള്ളതും അതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനത്തെ ഘട്ടമാകുന്ന സമയത്ത് അവർക്ക് ഇനി ചാൻസ് വേറെ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ മാക്സിമം എന്ത് ചെയ്യും, ഇതിന് വേണ്ടിയിട്ട് ട്രൈ ഔട്ട് ചെയ്യും. അങ്ങനെ ട്രൈ ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, മിക്കവരും ജോലിയിലേക്ക് കയറുന്നത്. പക്ഷെ നമുക്കിനി അവിടെ റിസ്ക് എടുക്കാനുള്ളൊരു സമയമില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ബേസ് സെറ്റ് ആക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ആദ്യത്തെ ഘടകം, അല്ലേ? അപ്പോൾ അതിൽ ആദ്യമേ നിങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കേണ്ടത് LDC പരീക്ഷയുടെ അല്ലെങ്കിൽ LGS എക്സാം ഏതാവട്ടെ അതിൻ്റെ കൃത്യമായ സിലബസ് എന്താ നമ്മൾ പറഞ്ഞത്, സിലബസ്. അപ്പം ഇതിൻ്റെ സിലബസ് അടിസ്ഥാനമാക്കിയിട്ട് ആദ്യം ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ എന്ത് വേണം, നമുക്ക് ഉണ്ടാവണം. ഏതൊക്കെ വിഷയങ്ങളാണ്, എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്ന് എന്ത് വേണം, കൃത്യമായ ധാരണ നമുക്ക് ഉണ്ടാവണം. അതേപോലെ ഇപ്പോൾ ഈ ഒരു ദിവസം, അതായത് നിങ്ങളിപ്പോൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുവാണെങ്കിൽ എത്ര ദിവസമാണ് എക്സാമിന് ഉണ്ടാവുന്നത്, നമുക്ക് നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന രീതി, നമ്മളുടെ ക്ലാസ്സുകളുടെ രീതി ഞാനിവിടെ നിങ്ങൾക്ക് ആദ്യമേ പരിചയപ്പെടുത്താം. ഒരു 150 ദിവസമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള കോണ്ടൻസിനെ ഡിവൈഡ് ചെയ്യാം. അതിലേറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആദ്യം, ദെൻ അതിന് ബാക്കി, അങ്ങനെ വേണം നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന 150 ദിവസം ആദ്യമായിട്ട് പഠനം തുടങ്ങുന്നവർ, ഇപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിലും നമ്മളുടെ ബേസ് സെറ്റാക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ഘടകം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. അവിടെ നമ്മൾ Day 1, Day 2, Day 3 അങ്ങനെ 150 ദിവസമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സിലബസിനെ ഡിവൈഡ് ചെയ്യും. അതിൽ Day 1 നമ്മൾ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് SCERTയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ പുതുതായതുകൊണ്ട് തന്നെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പം SCERTയിൽ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ, അത് ഏത് ടോപ്പിക് ഓറിയൻറ്റഡ്, നമുക്ക് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റർ. ഇനി അതിൻ്റെ വീഡിയോ ക്ലാസ്സും അതിൻ്റെ ഫയൽസും അതിൻ്റെ മോക്ക് ടെസ്റ്റും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ക്ലാസ് കണ്ടു, പഠിച്ചു, അതിൻ്റെ എക്സാം എഴുതി. പിന്നെ പ്രധാനപ്പെട്ട ഏരിയ ആണ് നമുക്ക് ഒരു GKയുടെ പാർട്ട്, അതുപോലെ തന്നെ ഒരു മാത്സിൻ്റെ പാർട്ട്, അതേപോലെ ബേസ്, നമ്മൾ ഇംഗ്ലീഷിൻ്റെ ഒക്കെ ഏറ്റവും ബേസിൽ നിന്നാണ് കേട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നൗൺസ് എന്താണെന്ന് തുടങ്ങിയിട്ടാണ് നമ്മളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാത്സ് നമ്മൾ ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റി, വെട്ടിക്കുറയ്ക്കുന്ന അത് തുടങ്ങിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ബേസ് സെറ്റാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഈ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ട് വർക്കൗട്ട് ചെയ്ത് അതിൻ്റെ PDF, ഓരോ ക്ലാസ്സിന് ശേഷവും അതിൻ്റെ PDF ഉണ്ട്. അതിൻ്റെ മോക്ക് ടെസ്റ്റ് ഓപ്പൺ ആക്കി നമുക്ക് ചെയ്ത് നോക്കി ആ മാർക്ക് നിങ്ങൾക്ക് മെൻറ്ററിന് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇൻഡിവിജ്വലി ഹെൽപ്പ് ചെയ്യാനായിട്ടൊരു മെൻറ്ററും നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. നിങ്ങളുടെ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് മെൻറ്റർ സപ്പോർട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് നമ്മൾ തരും. ഇങ്ങനെ Day 1, Day 2, Day 3, Day 4 ഇങ്ങനെ കൃത്യമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ 10ാമത്തെ ദിവസമാകുമ്പോൾ നമ്മൾ OMR ബുക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ഇവിടുത്തെ ഒരു OMR ബുക്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓഫ്ലൈനിൽ PSC എക്സാം എഴുതുന്നത് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ OMR നിങ്ങൾക്ക് കറുപ്പിക്കാം. അങ്ങനെ 10 ഡേയ്സ്, പിന്നെ 30 ഡേയ്സ് കൂടുമ്പോൾ ആ മന്ത് പഠിച്ച മുഴുവനും നിങ്ങൾക്ക് റിവിഷൻ. അപ്പോൾ കൃത്യമായ പ്ലാനോട് കൂടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഡെയിലി ക്ലാസ്സുകൾ കാണുന്നു, അതിൻ്റെ PDF നോട്ട് പഠിക്കുന്നു, എക്സാം എഴുതുന്നു. Day 5 അതിൻ്റെ, Day 10 അതിൻ്റെ മെഗാ മോക്ക് ടെസ്റ്റ്, Day 30 ഫുൾ മോക്ക് ടെസ്റ്റ്. അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഡെയിലി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ കൊടുക്കുന്ന ടോപ്പിക് ഓറിയൻറ്റഡ് ആയിട്ട് ആ ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന PYQs മുഴുവനും ലൈവായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ആപ്പ് ത്രൂ പോകുന്നുണ്ട്. അപ്പോൾ AZB അക്കാഡമിയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായ ടൈം ടേബിൾ പ്രകാരം ക്ലാസ്സസും അതിൻ്റെ ലൈവും ഓരോ ബാച്ചസ് ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ കൃത്യമായിട്ട് ഒരു ഗൈഡൻസോട് കൂടിയിട്ട് ലാസ്റ്റ് ചാൻസ്, ഇനി നിങ്ങൾക്ക് കളയാൻ ടൈമില്ല എന്നുള്ളവരാണെങ്കിൽ ധൈര്യമായിട്ട് AZB അക്കാഡമിയുടെ മിഷൻ LDC 2027 എന്ന് പറയുന്ന ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. ഇനി നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. അപ്പോൾ ഓരോ ദിവസം നമ്മളുടെ മുന്നിലുണ്ട്, എത്ര ദിവസം നമുക്കിനി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, അങ്ങനെ കൃത്യമായൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും വിജയിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ
പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. താഴെ ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്, ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മതിയാകും. അപ്പോൾ നമുക്ക് അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ചാൽ മതി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു.